ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അങ്ങനെ നമ്മുടെ കേട്ടറ്റ് എക്സാമിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് നിലവിലുണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മൾ തീർത്തു കൊടുത്തിട്ടുണ്ട് അല്ലേ. കേട്ടറ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ അടുത്ത വെരിഫിക്കേഷൻ എന്നായിരിക്കും. അതൊരു കൂട്ടർക്ക് പാസ്സായി കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എന്നായിരിക്കും നമ്മുടെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കുന്നത്, എവിടെ ആയിരിക്കും വെരിഫിക്കേഷൻ നടക്കുന്നത്, എങ്ങനെയായിരിക്കും തുടങ്ങിയിട്ടുള്ള സംശയങ്ങളായിരുന്നു. ആ സംശയങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനിയും പാസ്സാവാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കേട്ടറ്റ് എന്നായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു കേട്ടറ്റ് നമ്മൾ അടുത്ത LPUPക്ക് മുന്നേ ഈ ഒരു കേട്ടറ്റിൻ്റെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ നമുക്കറിയാം കേട്ടറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാമാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് കേട്ടറ്റ് നിർബന്ധമായിട്ടും നമ്മൾ നേടിയെടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകർക്കാണ് കുറച്ച് കേട്ടറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു പേടി തോന്നുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഏകദേശം ഒരു 25 ലക്ഷത്തിലധികം ടീച്ചേഴ്സാണ് ടെറ്റ് യോഗ്യതയില്ലാതെ സർവീസിലിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള സമയം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് വരാൻ പോകുന്ന കേട്ടറ്റ് തന്നെ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് നമുക്കറിയാം ഇപ്പോൾ കേട്ടറ്റ് എക്സാം വരികയാണ്. അവർക്ക് ജൂൺ മാസം 27-28 ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ആ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേട്ടറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത കേട്ടറ്റ് എക്സാമിന് നമ്മുടെ മുന്നിൽ ആ സിലബസ് കവർ ചെയ്യാനായിട്ടുള്ളൊരു ടൈം പീരീഡ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, അടുത്ത കേട്ടറ്റ് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി കേട്ടറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 കാറ്റഗറികളിലായിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1 LP സ്കൂളിലെ ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു യോഗ്യതയാണ്. കേട്ടറ്റ് കാറ്റഗറി 2 എന്ന് പറയുന്നത് അപ്പർ പ്രൈമറി സെക്ഷൻസിലോട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ഇനി K3 എന്ന് പറയുന്നത് ഹൈസ്കൂൾ ലെവലിൽ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനാണ്. കാറ്റഗറി 4 എന്ന് പറയുന്നത് നമുക്കറിയാം ലാംഗ്വേജ് ടീച്ചേഴ്സിനും അതേപോലെ തന്നെ ആർട്ട് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് ടീച്ചേഴ്സിൻ്റെയും ക്വാളിഫിക്കേഷനാണ് കാറ്റഗറി 4 എന്ന് പറയുന്നത്. ഇനി ഈ 4 എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും 150 എക്സാം നടക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു 2.5 മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. 150 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതുവരെയും നമുക്ക് കേട്ടറ്റ് എക്സാമിന് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്സാവാനായിട്ടുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് നെഗറ്റീവ് മാർക്കും കൂടെ കേട്ടറ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അപ്പോൾ 150 ചോദ്യങ്ങൾക്ക് 150 മാർക്ക്. ഓരോ ചോദ്യത്തിനും നമുക്കവിടെ ഓരോ മാർക്ക് വീതമാണ് കിട്ടാനായിട്ട് പോകുന്നത്. ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് വരുന്ന പരിപാടി കേട്ടറ്റ് എക്സാമിനില്ല. ഇനി കേട്ടറ്റ് കാറ്റഗറി 1-നും 2-നും 3-ക്കും 4-നും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിലബസ് ആണ് വരുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ എന്തുണ്ട്, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1-നെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ സൈക്കോളജി, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, EVS അതേപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഇങ്ങനെ 5 സബ്ജക്ട്സിൽ നിന്ന് 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 150 മാർക്ക്. അപ്പോൾ ഈ 5 വിഷയങ്ങളും എന്താണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സബ്ജക്ട്സിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ളൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി കാറ്റഗറി 2 എടുക്കുകയാണെങ്കിൽ അവിടെ സൈക്കോളജി 30 മാർക്ക്, ലാംഗ്വേജ് 1 30 മാർക്ക്, ലാംഗ്വേജ് 2 30 മാർക്ക്, പിന്നെ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അവിടെ ഒരു സബ്ജക്റ്റ് സ്പെസിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ആ സബ്ജക്റ്റ് സ്പെസിഫിക്കേഷനിൽ നിന്നും 60 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇനി ഇവിടെ ലാംഗ്വേജ് 1-ഉം വരുന്നുണ്ട്, ലാംഗ്വേജ് 2-ഉം വരുന്നുണ്ട്. ഏതാണോ നമ്മൾ ലാംഗ്വേജ് 1 ആയിട്ട് ചൂസ് ചെയ്യുന്നത് ആ സെയിം ലാംഗ്വേജ് നമുക്ക് 2 ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇനി കാറ്റഗറി 2 എടുത്ത് നോക്കുമ്പോൾ അവിടെ സൈക്കോളജി 40 മാർക്ക്, ലാംഗ്വേജിൽ നിന്ന് 30 മാർക്ക്, നമ്മുടെ സബ്ജക്റ്റ് അതായത് നമ്മൾ സോഷ്യൽ സയൻസ് ആണോ, മാത്തമാറ്റിക്സ് ആണോ, ഫിസിക്കൽ സയൻസ് ആണോ, നാച്ചുറൽ സയൻസ് ആണോ, നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് ഏരിയയിൽ നിന്നും 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അങ്ങനെ 150 മാർക്ക്. ഇതേപോലെ തന്നെയാണ് നമുക്ക് കാറ്റഗറി 4-ൻ്റെയും ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണാനായിട്ട് പറ്റുന്നത്. 150 മാർക്കാണ് അവിടെ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കേട്ടറ്റിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ പുതുതായിട്ട് കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ കൃത്യമായിട്ട് ഓരോ കാറ്റഗറിയുടെയും സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അടുത്ത തവണ എക്സാം എഴുതാനായിട്ട് പോകുന്നത് ആ സിലബസ് ആദ്യം തന്നെ എന്ത് ചെയ്യുക,
ഒരു ഹാർഡ് കോപ്പി എടുത്ത് വെക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അതിൽ തന്നെ കുറേയൊക്കെ ടോപ്പിക്സ് ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, നമുക്ക് അറിയാത്തതും ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിൽ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത കുറേ ഏരിയാസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത അത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് പഠിക്കണം. അതേപോലെ തന്നെ സിലബസ് എടുത്ത് വെച്ചാൽ മാത്രം പോരാ, കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി വേണം നിങ്ങൾ അടുത്ത കേട്ടറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് പഠിക്കുന്നു, എന്തൊക്കെയോ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഓരോ സൈക്കിള് എക്സാം കഴിയുമ്പോഴും ആ ക്വസ്റ്റ്യനിൽ വരുന്ന പാറ്റേൺ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു നേച്ചർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ PYQs തന്നെ നോക്കണം. അതിൽ തന്നെ ചില കോർ ഏരിയാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഓരോ തവണയും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്ന ചില കോർ ഏരിയാസ് ഉണ്ടാവും. അത് ഓരോ വിഷയത്തിലും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ പോർഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വരാൻ പോകുന്ന കേട്ടറ്റ് ഉറപ്പായിട്ടും നേടിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ തന്നെ നമുക്കറിയാം, സൈക്കോളജി എന്ന് പറയുന്നത് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് അല്ലേ. കാറ്റഗറി 1-നാണെങ്കിലും കാറ്റഗറി 2-നാണെങ്കിലും കാറ്റഗറി 3-ക്കാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് കാറ്റഗറിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും സൈക്കോളജിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ പോർഷനാണ്. അതായത് സൈക്കോളജിയുടെ ഒരു എവല്യൂഷൻ, ഡെഫിനിഷൻസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ അപ്രോച്ചസ് പഠിക്കണം. പിന്നെ നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിൽ തന്നെ നമുക്ക് ഗ്രോത്തിൻ്റേതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഡെവലപ്മെൻറ്റിൻ്റേതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഡെവലപ്മെൻറ്റൽ തിയറീസ് അല്ലേ, പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു ഇൻഡിവിജ്വലിൽ സംഭവിക്കുന്ന ഓൾ റൗണ്ട് ചേഞ്ചസ് ആണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. അവിടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, മോട്ടോ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ്, ഇമോഷണൽ, മോറൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് ഡയമെൻഷൻസ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് തിയറീസ്, അവിടെ കുറേയധികം ആളുകളെയും നമ്മൾ പരിചയപ്പെടും. പിന്നെ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലേണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ വരുന്നുണ്ട്, ലേണിംഗ് കർവ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ധാരാളം ഫാക്ടേഴ്സ്, ഇൻട്രസ്റ്റ്, ഇൻ്റലിജൻസ്, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, തിങ്കിങ്, ലേണിംഗ് സ്റ്റൈൽ, മോട്ടിവേഷൻ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട്, കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്, ആളുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ലേണിംഗ് തിയറീസ് അല്ലേ. ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരിക പാവുലോ, തൊണ്ടേക്ക്, സ്കിന്നർ, പിയാഷെ, ബ്രൂണർ, ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകളാണ്. ഈ ആളുകളെല്ലാം എവിടെ വരുന്നതാണ്, ലേണിംഗ് തിയറീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ ലേണിംഗ് തിയറീസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ബിഹേവിയറൽ തിയറീസ് വരുന്നുണ്ട്, ജസ്റ്റാൾട്ട് തിയറീസ്, കൊഗ്നിറ്റീവ് തിയറീസ്, സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ ലേണിംഗ് തിയറീസ്, ഇങ്ങനെ ഒരുപാട് തിയറീസ് പഠിക്കുന്ന ഒരുപാട് ആളുകളെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എവിടെയുണ്ട്, ലേണിംഗ് തിയറീസിൻ്റെ ഭാഗത്ത് പഠിക്കാനുണ്ട്. മറ്റൊരു ടോപ്പിക്കാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ ആ വ്യക്തിയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്. പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി തിയറീസ്, ടൈപ്പ് അപ്രോച്ച്, ട്രെയ്റ്റ് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, സൈക്കോ അനലറ്റിക് അപ്രോച്ച്. ഈ സൈക്കോ അനലറ്റിക് അപ്രോച്ച് പഠിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ആരെ പരിചയപ്പെടുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡിനെ പരിചയപ്പെടുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിനെ നമുക്ക് സൈക്കോളജിയിൽ
എന്താ പറയുക, സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡ് ഇല്ലാതെ നമുക്ക് സൈക്കോളജി പറയാനായിട്ട് പറ്റില്ല. കാരണം സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, മോഡേൺ സൈക്കോളജിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൂപ്പരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. പിന്നെ നമുക്ക് എക്സെപ്ഷണൽ ചൈൽഡിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. ഒരു ക്ലാസ് റൂമിനെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും എന്തല്ല, ഒരേപോലെയുള്ള കുട്ടികളല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കും, അവരവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും, സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, വീക്ക്നെസ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും നീഡ്സും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ചില എക്സെപ്ഷണൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുണ്ട്. ഹൈ ലെവൽ ഐക്യുള്ള കുട്ടികൾ, ലോ ലെവൽ ഐക്യുള്ള കുട്ടികൾ, ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ, സ്ലോ ലേണേഴ്സ്, അണ്ടർ അച്ചീവേഴ്സ്. ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രത്യേകതകൾ എന്താണ്, അവരേത് രീതിയിലാണ് ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, അവർക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസാണ് ഉപയോഗപ്രദമായിട്ട് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എക്സെപ്ഷണൽ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്. പിന്നെ പേഴ്സണാലിറ്റി മെഷർമെൻറ്റ്, പ്രൊജക്റ്റഡ് എയ്ഡ്സും അതേപോലെ തന്നെ ചില നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സും ഉപയോഗിച്ച് നമുക്ക് കുട്ടികളുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അല്ലേ. കുട്ടികളുടെ സ്ട്രെങ്ത്തും അവരുടെ വീക്ക്നെസ്സസും അറിഞ്ഞു കഴിഞ്ഞാലാണ് ഒരു ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇന്ന് നമ്മുടെ ക്ലാസ് റൂമുകളിലെല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ഏത് രീതിയിലാണ് നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കാനായിട്ട് പറ്റുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ സൈക്കോളജിയിൽ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു ഏരിയയാണ് പെഡഗോജി എന്ന് പറയുന്നത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് തിയറീസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, പെഡഗോജി ഏരിയയിൽ കാണാൻ പറ്റുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, എങ്ങനെ ഒരു ടീച്ചർക്ക് എഫക്റ്റീവായിട്ട് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും, കുട്ടികളെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റുകൾ, നീഡ്സ് അതെങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം, ആസ് എ പാരൻ്റ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിലെ എഫക്റ്റീവായിട്ടുള്ളൊരു ലേണിംഗ് നടക്കുക, ഇങ്ങനെയുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, പെഡഗോജിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് സ്ട്രാറ്റജീസ്, കരിക്കുലം, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെഡഗോജിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും ടെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കേട്ടിട്ട് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4. അവിടെ സൈക്കോളജി എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് എല്ലാ കാറ്റഗറീസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കേണ്ടതാണ് സൈക്കോളജി. അതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ചില ടോപ്പിക്സാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇതിൽ തന്നെ നമുക്കിപ്പോൾ ഓരോ കാറ്റഗറിക്കും ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേണിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ K1ലും K2ലും സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അങ്ങോട്ട് ടഫ് ആയിട്ടുള്ള രീതിയിലല്ല സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പക്ഷേ K3നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ ടഫ് ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സൈക്കോളജിയിൽ. ഒരു സെറ്റിൻ്റെ ലെവലിലൊക്കെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കേണ്ടത്, പെഡഗോജി നമ്മൾ എങ്ങനെ പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ തവണത്തെ എക്സാമിന് പരീക്ഷയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി നമുക്കിനി വരാൻ പോകുന്ന എക്സാമിന് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്താൻ പറ്റും. കുറച്ച് വലിയൊരു ചോദ്യമാണ് അല്ലേ. ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു, നമുക്ക് എക്സാം ഹോളിൽ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റാണ് കിട്ടുന്നത്. ആ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൻ്റെ ഓപ്ഷൻസ് നോക്കി അതിലേതായിരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നോക്കി ആ 1 മിനിറ്റ് അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ബബിൾ ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും വലിയൊരു ചോദ്യം വരുമ്പോൾ അത് വായിക്കാൻ തന്നെ കുറച്ച് സമയം വേണം, മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ പരീക്ഷകൻ മനഃപൂർവ്വം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ കൊടുക്കുന്നത്. കാരണം എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് എങ്ങോട്ടേക്ക് വന്നാൽ മതി, സർവീസിലോട്ട് കയറിയാൽ മതി. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് പരീക്ഷ ഭവനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് ആ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിലൊരു വലിയ ചോദ്യം കാണുമ്പോൾ നമുക്ക് ടെൻഷനൊന്നും വരില്ല, കാരണം നമ്മൾ ഇതേപോലത്തെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യം നോക്കിയാലോ. ലൈസുമാൻ്റെ ബുദ്ധിമാനം, അതായത് IQ എന്ന് പറയുന്നത് 100-ൽ താഴെയാണ്.
കൂടാതെ മാനസിക വയസ്സ് 14 ശാരീരിക വയസ്സുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ആദ്യത്തെ പ്രസ്താവന ശാരീരിക വയസ്സ് 13, രണ്ടാമത്തേത് ശാരീരിക വയസ്സ് 14, മൂന്നാമത്തേത് ശാരീരിക വയസ്സ് 15, നാലാമത്തേത് ശാരീരിക വയസ്സ് 16. എങ്കിൽ ലൈസുമേന്റെ ശാരീരിക വയസ്സിനെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? ഓക്കെ, അപ്പോൾ ഇവിടെ ഐക്യു നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കുട്ടിയുടെ മാനസിക വയസ്സ് 14 എന്നും തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയായിരിക്കും ശരിയായിട്ട് വരുന്നത്? ഏതൊക്കെയായിരിക്കും ശരിയായിട്ട് വരിക? ഇവിടെ നമുക്ക് ഐക്യു എന്ന് പറയുന്നൊരു ടോപ്പിക് അല്ലേ, ബുദ്ധി, നമ്മുടെ കുട്ടികളുടെ പഠനത്തിനെ സ്വാധീനിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കുട്ടിയുടെ ഐക്യു തന്നിട്ടുണ്ട്. ഐക്യു എത്രയാണ്? ഐക്യു തന്നിട്ടുള്ളത് 100 മെൻ്റൽ ഏജ് അല്ലേ, മാനസിക വയസ്സ് എന്ന് പറയുന്നത് 14. ഐക്യു എത്രയാണ്? 100-ൽ താഴെയാണ് അല്ലേ, 100-ൽ താഴെയാണ് ഐക്യു. മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് 14. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയായിരിക്കും ശരി? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു കുട്ടിയുടെ മെൻ്റൽ ഏജും ക്രൊണോളജിക്കൽ ഏജും സെയിം തന്നെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഐക്യു എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഇനി അതല്ല, കുട്ടിയുടെ മെൻ്റൽ ഏജ് ക്രൊണോളജിക്കൽ ഏജിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ 100-ന് മുകളിലുള്ള ഒരു ആൻസറാണ് നമുക്ക് കിട്ടുക. ഇനി കുട്ടിയുടെ മെൻ്റൽ ഏജിനേക്കാൾ കൂടുതലാണ് കുട്ടിയുടെ ക്രൊണോളജിക്കൽ ഏജ് എന്നുണ്ടെങ്കിൽ നമുക്ക് 100-ന് താഴെയുള്ള ഒരു ആൻസറാണ് കിട്ടുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? കുട്ടിയുടെ ഐക്യു ലെവൽ എന്ന് പറയുന്നത് 100-ന് താഴെയാണ്. സോ കുട്ടിയുടെ മെൻ്റൽ ഏജിനേക്കാൾ കൂടുതലുള്ളതായിരിക്കും ഇവിടെ ക്രൊണോളജിക്കൽ ഏജ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 14-ന് മുകളിലുള്ളതെല്ലാം തന്നെ അവിടെ കുട്ടിയുടെ വയസ്സാവാനായിട്ടുള്ള, ശാരീരിക വയസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 14-ന് മുകളിലേക്കെന്ന് പറയുമ്പോൾ ഏതാണ്? 15 ആയിരിക്കാം, 16 ആയിരിക്കാം. ഇവിടെ ശാരീരിക വയസ്സ് ക്രൊണോളജിക്കൽ ഏജ് 15 ആയി കഴിഞ്ഞാലും അവിടെ നമുക്ക് 100-ന് താഴെയുള്ള ഒരു ആൻസറാണ് കിട്ടുക. ഇനി 16 ആയി കഴിഞ്ഞാലും അവിടെ നമുക്ക് കിട്ടുന്ന ഐക്യു എന്ന് പറയുന്നത് 100-ന് താഴെയായിരിക്കും. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, 3ഉം 4ഉം. ഓക്കെ, 100-ന് താഴെയാണെങ്കിൽ ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുതലായിരിക്കും. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ഗോർഡൻ W. ആൽപോർട്ട് മുന്നോട്ട് വെച്ച വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട ട്രെയ്റ്റ് തിയറിയിൽ ഉൾപ്പെടാത്തത് ഏത്? ട്രെയ്റ്റ് അപ്രോച്ച്, നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പഠിക്കും. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു അപ്രോച്ചാണ് ട്രെയ്റ്റ് അപ്രോച്ച്, സവിശേഷക സമീപനം. അപ്പോൾ സവിശേഷക സമീപനത്തിൽ നമ്മൾ ആൽപോർട്ടിനെ കാണുന്നുണ്ട്. അപ്പോൾ ആൽപോർട്ടിനെയും കാറ്റലിനെയും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൽപോർട്ടിൻ്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കോൺസെപ്റ്റാണ്. ഇതിലേതൊക്കെയാണ് വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട് ട്രെയ്റ്റ് തിയറിയിൽ ഉൾപ്പെടാത്തത്? കാർഡിനൽ ട്രെയ്റ്റ്, സെൻട്രൽ ട്രെയ്റ്റ്, സെക്കൻഡറി ട്രെയ്റ്റ്, പ്രൈമറി ട്രെയ്റ്റ്. ഇതിലേതൊക്കെ ട്രെയ്റ്റുകളെ കുറിച്ചാണ് ആൽപോർട്ട് പറയാത്തത്? ഏതാണ് ഇത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയറിയിൽ നിന്നും നേരിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡയറക്റ്റ് ആയിട്ട് തിയറി തന്നിട്ട് അതിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ നമുക്ക് എന്തില്ല, ആപ്ലിക്കേഷൻ രീതിയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലോ വന്നിട്ടുള്ളൊരു ചോദ്യമല്ല, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നമ്മൾ അധികം സമയം എന്ത് ചെയ്യേണ്ട, ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാർഡിനൽ ട്രെയ്റ്റ്, സെൻട്രൽ ട്രെയ്റ്റ്, സെക്കൻഡറി ട്രെയ്റ്റ്, ഇങ്ങനെ 3 സവിശേഷതകളെ കുറിച്ചാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. സവിശേഷക സമീപനത്തിൻ്റെ തന്നെ ഒരു മുഖ്യ പ്രചാരകൻ അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് ആൽപോർട്ടിനെയാണ്. ആൽപോർട്ടാണ് വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട് സവിശേഷക സമീപനം ഏറ്റവും ആദ്യം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം. ചിരിച്ചീരിന മധ്യേ താൻ കരയുന്നിതു ബാലകൻ, ബാല്യത്തിലെ വികാരങ്ങളുടെ ഏതുതരം പ്രത്യേകതയാണ് ഈ വരികളിൽ ചൂണ്ടിക്കാട്ടുന്നത്? ഇതൊരു തരത്തിൽ എന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് ഒരു ആപ്ലിക്കേഷൻ രീതിയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഒരു ലൈൻ തന്നിട്ടുണ്ട്. എന്താണ്? ചിരിച്ചീടിനെ മധ്യേ താൻ കരയുന്നിതു ബാലകൻ. ചിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മൂപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? കരയുന്നിതു ബാലകൻ അല്ലെ. ഒരു ബാലകൻ എന്ത് ചെയ്യാണ്? ചിരിക്കുന്നതിനിടയിൽ തന്നെ കരയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാല്യത്തിലെ വികാരങ്ങളുടെ ഏതുതരം പ്രത്യേകതയാണ് ഈ വരികളിൽ ചൂണ്ടിക്കാട്ടുന്നത്? തീവ്രത, ക്ഷണികത, ആവൃത്തി, പ്രകടനം. ഇൻറ്റൻസിറ്റി ആണോ, ട്രാൻസിൻസ് ആണോ, ഫ്രീക്വൻസി ആണോ, എക്സ്പ്രഷൻ ആണോ?
ഏതാണ് വരുന്നത്? ഇവിടെ തന്നിട്ടുള്ള 4 ഓപ്ഷൻസും എന്ത് തന്നെയാണ്? കുട്ടികളുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. കുട്ടികളിൽ അവരൊരു ഇമോഷൻസ് നമുക്ക് തീവ്രമായിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് പറ്റും. ക്ഷണിക നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പല ഇമോഷൻസ് പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എക്സ്പ്രസീവാണ് അവർ ഇമോഷൻസ് അല്ലേ. ഒരിക്കലും അത് ഉള്ളിൽ മറച്ചു വെക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അതിപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതൊക്കെ അവരെന്ത് ചെയ്യും? എക്സ്പ്രസീവാണ്, പ്രകടനം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവിടെ ഈ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഏത് പ്രത്യേകതയാണ് കാണാൻ പറ്റുന്നത്? ചിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യാണ്? കരയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ക്ഷണികതയാണ്. വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? കുട്ടികളുടെ ഇമോഷൻസ് വരുന്നത് വളരെ കുറച്ച് നേരത്തേക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞായിരിക്കും, നമ്മളൊന്ന് ഇപ്പുറത്തോട്ട് നോക്കി ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവൻ കരയുന്നുണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ ചിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? കരയുന്നുണ്ടാവും. അപ്പോൾ വളരെ ക്ഷണികമായിട്ടുള്ള ഇതാണ് കുട്ടികളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ അവരുടെ ഇമോഷൻസ് കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത ചോദ്യം, കുട്ടികളുടെ പരാജയ കാര്യങ്ങളിൽ പെടുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഇത് ഒരു ഇതെന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിലുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഇവിടെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? കുട്ടികളുടെ പരാജയവുമായി ബന്ധപ്പെട്ട് വരുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഭയം, പഠന പിന്തുണയില്ലായ്മ, വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധന രീതി, മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ. ഇവിടെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും കുട്ടികൾ പരാജയപ്പെടുന്നത്? സംഭവം സിമ്പിളാണ്. ചോദ്യം എന്താണ്? കുറച്ച് വലിച്ചു നീട്ടി കൊടുത്തിരിക്കുകയാണെന്ന് മാത്രം അല്ലേ. ഇവിടെ ഏതൊക്കെ വരാം? കുട്ടികൾക്ക് ഭയം എന്ന് പറയുന്നൊരു കാര്യമുണ്ടെങ്കിൽ, പഠനത്തോട് ഭയം എന്ന് പറയുന്നൊരു കാര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പഠന പിന്തുണയില്ലായ്മ അല്ലേ. കുട്ടിക്ക് നല്ല രീതിയിലുള്ളൊരു ലേണിംഗ് സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ, മാതാപിതാക്കളുടെ അടുത്ത് നിന്നോ അധ്യാപകരുടെ അടുത്ത് നിന്നോ കുട്ടിക്ക് പിന്തുണ കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതും എന്തിന് കാരണമാവാം? പരാജയത്തിന് കാരണമാകാം. ഇനി മറ്റൊന്നെന്താണ്? വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധന രീതി, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ് അല്ലേ. കുട്ടികളുടെ താല്പര്യങ്ങൾ എന്താണോ, അവരുടെ അഭിരുചികൾ എന്താണോ അത് മനസ്സിലാക്കി ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് അവർ വിജയിക്കാനുള്ള സാധ്യതയാണ് കൂട്ടുന്നത്, പരാജയപ്പെടാനുള്ള സാധ്യതയല്ല വരുന്നത്. സോ മൂന്നാമത്തെ ഇവിടെ ആൻസർ ആയിട്ട് വരില്ല. നാലാമത്തേത് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലേ. അത് അവരുടെ ഇമോഷൻസിനെ ബാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ തമ്മിൽ എന്നും വീട്ടിൽ വഴക്കാണ്, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താ സംഭവിക്കുക? പരാജയമാണ് സംഭവിക്കുക. അപ്പോൾ നാലാമത്തേതും ഒരു ഘടകമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലേ. ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പം നമ്മുടെ ആരോഗ്യം, നമുക്ക് നല്ലപോലെ പഠിക്കാനും ഒക്കെയുള്ള ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇമോഷണലി നമ്മൾ സെറ്റ് ആവുള്ളൂ. നമ്മൾ ഫിസിക്കലി ഭയങ്കര വീക്കാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? പഠനം നല്ല രീതിയിൽ നടക്കില്ല. സോ ഇവിടെ അഞ്ചാമത്തേതും പരാജയത്തിനുള്ള ഒരു കാരണമാണ്. അപ്പോൾ 1, 2, 4, 5 പരാജയത്തിനുള്ള കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദൃശ്യസ്ഥലപരമായ ബുദ്ധി, അതായത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള തൻ്റെ ക്ലാസ്സിലെ കുട്ടിക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യമാണ് അല്ലേ. കഴിഞ്ഞ തവണത്തെ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് വളരെ ടഫൊന്നും അല്ലായിരുന്നു, പക്ഷേ അവിടെ ടൈം കൺസ്യൂം ആവുന്ന ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു കുട്ടികൾക്ക് കുറേ പേർക്ക് മാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ദൃശ്യസ്ഥലപരമായിട്ടുള്ള കുട്ടിക്ക് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് കൊടുക്കാൻ പറ്റുന്നത്? ഭാഷയിലെ വിവിധ വ്യവഹാര രൂപങ്ങൾ നിർമ്മിക്കുക, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുക, സ്കൂളിൻ്റെ പ്ലാൻ വരയ്ക്കുക, കൊളാഷ് നിർമ്മിക്കുക. ഇതിലേതൊക്കെയാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ള ഒരു കുട്ടിക്ക് നൽകാൻ പറ്റുന്നത്? ഏതൊക്കെയായിരിക്കും? ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് കഴിവുള്ള കുട്ടികൾ അല്ലേ. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ. അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മനോചിത്രണം അല്ലേ, മെൻ്റലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളിലൊക്കെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. അവർക്ക് തന്നിട്ടുള്ളതിൽ ഏതൊക്കെ പ്രവർത്തനമാണ്
ഉചിതമായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഭാഷയിലെ വിവിധ രൂപങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലേ? ഭാഷാപരമായ ബുദ്ധി. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് വരുന്നത്? ലോജിക്കൽ ഇൻ്റലിജൻസ് ആണ് വരുന്നത്. നിരീക്ഷണങ്ങൾ നടത്തുന്നു, പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇനി സ്കൂളിൻ്റെ പ്ലാൻ വരയ്ക്കുക എന്ന് പറയുമ്പോൾ സ്കൂളിനെ നമ്മൾ കാണുന്നു, അതിൻ്റെ പ്ലാൻ കൺസ്ട്രക്ട് ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ആണ് നടത്തുന്നത്. കൊളാഷ് നിർമ്മിക്കുമ്പോഴും എന്ത് തന്നെയാണ്? വിഷ്വലൈസേഷൻ ആണ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 3ഉം 4ഉം ആണ് കൊടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ കേട്ടറ്റ് എക്സാമിന് എന്തൊക്കെ ടോപ്പിക്സ് ആണോ നമ്മൾ പഠിക്കേണ്ടത്, അതിലെ കോർ ഏരിയാസ് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇതുപോലെ കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിച്ച് നമ്മളോടൊപ്പം ധാരാളം കുട്ടികൾ കഴിഞ്ഞ തവണത്തെ കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 350-ലധികം കുട്ടികളാണ് ഇത്തവണത്തെ മാത്രം കേഡറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മളോടൊപ്പം തന്നെ പഠിച്ച് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനും എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും കൂടിയിട്ടാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഒരിക്കലും എന്തല്ല ഒറ്റയ്ക്കല്ല ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനുമായിട്ട് ഇവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. സൈലം ടീച്ചിങ് എക്സാംസ് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടറ്റ് 3 നാച്ചുറൽ സയൻസ്, കേട്ടറ്റ് 3 സോഷ്യൽ സയൻസ്, കേട്ടറ്റ് 3 ഫിസിക്കൽ സയൻസ് തുടങ്ങിയ ബാച്ചുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഓൾറെഡി കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് തുടങ്ങിയിട്ട് കുറേ നാളായി, ഇനി പഠിച്ചു കഴിഞ്ഞാൽ എത്തില്ല, ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഓരോ ടോപ്പിക്കിനെയും കുറിച്ചുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടുന്നത് ആ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ എന്ത് ചെയ്യും? റിവിഷൻസ് ഒക്കെ നടത്തും. അപ്പോൾ ആ ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. അതുകൂടാതെ സൈലം ടീച്ചിങ് എക്സാംസ് കേട്ടറ്റിന് വേണ്ടിയിട്ടൊരു റാങ്ക് ഫയലും കൂടെ നിങ്ങൾക്ക് തരുകയാണ്. ഇവിടെ 6 പുസ്തകങ്ങളിലായിട്ട് 12 സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റാങ്ക് ഫയലാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾ പഠിക്കേണ്ടത് അത് മാത്രം പഠിച്ചു പോകാനായിട്ട് ഈ റാങ്ക് ഫയൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്ലാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്യാം. എങ്ങനെ പഠിക്കണം? ആദ്യം തന്നെ സിലബസ് എടുത്ത് നോക്കി അതിലെനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണോ അറിയാത്ത കാര്യങ്ങളാണോ, എവിടെ നോക്കിയാണ് ഞാൻ ഇൻഫർമേഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. അതിലെ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട, സിലബസിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യുക? ഈ വരാൻ പോകുന്ന കേട്ടറ്റ് നേടിയെടുക്കുക. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്തുക. ബാക്കി തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. നമ്മുടെ ഒരു ജോലി, നമ്മുടെ സർവീസ് അത് എൻഷുർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.